إن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. حافظوا على الصلوات والصلاة الوسطى وقوموا لله قانتين. സമാദരണീയരായ സത്യവിശ്വാസികൾ, സർവ്വലോകരക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾക്കനുസൃതമായി ജീവിതം ക്രമീകരിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ, മുത്തക്കികളിൽ നാഥൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമസ്കാരത്തെക്കുറിച്ചാണ് നാം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ബുദ്ധിയും വകതിരിവുമുള്ള മുസ്ലിമായ നമ്മൾ നമസ്കാര സമയമായപ്പോൾ ചെറുതും വലുതുമായ അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയായി നജസില്ലാത്ത വസ്ത്രങ്ങൾ കൊണ്ട് ഔറത്ത് മറച്ച് നജസുകളിൽ നിന്ന് ശുദ്ധമായ ഒരു നമസ്കാര സ്ഥലം തിരഞ്ഞെടുത്ത് ഖിബിലയിലേക്ക് തിരിഞ്ഞു നിയ്യത്തോടുകൂടി ഷർത്തുകൾ പൂർത്തിയാക്കി നമസ്കാരത്തിന് തയ്യാറായി നിൽക്കണം. അവിടെ വരെയാണ് നാം പറഞ്ഞു വെച്ചത്. അഥവാ 9 നമസ്കാരത്തിൻ്റെ ഷർത്തുകളെക്കുറിച്ചാണ് നാം ഇതുവരെയും വിശദീകരിച്ചത്. ഇനി നമ്മൾ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമസ്കാരത്തിലെ റുക്നുകളെക്കുറിച്ചും ഫർളുകളെക്കുറിച്ചും സുന്നത്തുകളെക്കുറിച്ചുമൊക്കെയാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. നാം മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ റുക്ന് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നാം മനസ്സിലാക്കിയതാണ്. റുക്ന് എപ്പോഴും നമസ്കാരത്തിൻ്റെ ഉള്ളിലുള്ള കർമ്മങ്ങളായിരിക്കും. റുക്നുകളിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ് എങ്കിൽ അത് ഏത് റക്അത്തിലാണോ നഷ്ടപ്പെട്ടു പോകുന്നത് ആ റക്അത്ത് വീണ്ടും നമസ്കരിക്കുകയും അവസാനത്തിൽ സഹ്വിൻ്റെ സുജൂദ് ചെയ്യുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ആ നമസ്കാരം സ്വീകാര്യയോഗ്യമാകുന്ന രൂപത്തിലേക്ക് മാറുക എന്ന് നാം മനസ്സിലാക്കിയ കാര്യമാണ്. അങ്ങനെയുള്ള നമസ്കാരത്തിലെ റുക്നുകൾ പണ്ഡിതന്മാർ പറയുന്നത് 14 എണ്ണമാണ്. 12 എന്നും ചില പണ്ഡിത അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അത് ചില റുക്നുകളെ ചേർത്തി എഴുതിയ സ്ഥലങ്ങളിൽ
12 എന്ന അഭിപ്രായം പണ്ഡിതന്മാർ പറഞ്ഞതായി നമുക്ക് കാണാം. എന്തു തന്നെയാണ് എങ്കിലും നമസ്കാരത്തിലെ റുക്കുനുകൾ, ആ നമസ്കാരത്തിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ ഒരുപക്ഷെ നമസ്കാരം പൂർണ്ണമായും മടക്കേണ്ടി വരികയോ അല്ല എങ്കിൽ ഏത് റക്കായത്തിലെ റുക്കിനാണോ നഷ്ടപ്പെട്ടത് ആ റക്കായത്ത് മടക്കേണ്ടി വരികയോ ചെയ്യുന്ന നമസ്കാരത്തിൻ്റെ റുക്കുനുകൾ 14 എണ്ണമാണ് എന്ന് നാം മനസ്സിലാക്കും. അതിൽ ഒന്നാമത്തത് അൽ ഖിയാമു ഫിൽ ഫർദ്, ഫർദ് നമസ്കാരത്തിൽ നിൽക്കുക എന്നുള്ളത്. നിന്ന് നമസ്കരിക്കുക എന്ന് പറയുന്നത് നമസ്കാരത്തിൻ്റെ റുക്കിനിൽപ്പെട്ട കാര്യമാണ്. ഏറെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് നിന്ന് നമസ്കരിക്കൽ നമസ്കാരത്തിൻ്റെ റുക്കിനിൽപ്പെട്ട കാര്യമാണ്. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 238-ാമത്തെ വചനം, ഹാഫിളു അലസ്സലവാതി വസ്സലാത്തിൽ വുസ്ത, നിങ്ങൾ നമസ്കാരത്തെ സൂക്ഷിക്കുക, നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുക, വസ്സലാത്തിൽ വുസ്ത, മധ്യാഹ്ന സമയത്തുള്ള നമസ്കാരവും അസർ നമസ്കാരത്തെക്കുറിച്ചാണ് എന്ന് മുഫസ്സിറുകൾ അതിനെ വിശദീകരിക്കുന്നുണ്ട്. തുടർന്ന് പറയുന്നത് വഖൂമൂ ലില്ലാഹി ഖാനിതീൻ, നിങ്ങൾ വിനയാന്വിതരായി റബ്ബിൻ്റെ മുന്നിൽ നിന്ന് നമസ്കരിക്കുക. ഖൂമു, നിങ്ങൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് വേണം നമസ്കരിക്കാൻ. അപ്പോൾ നിൽക്കാൻ കഴിവുള്ള ആളുകൾ നിർബന്ധമായും ഫർള് നമസ്കാരങ്ങളിൽ നിന്ന് നമസ്കരിക്കുക എന്ന് പറയുന്നത് നമസ്കാരത്തിൻ്റെ റുക്കിനുകളിൽ പെട്ട കാര്യമാണ്. എന്നാൽ രോഗം കൊണ്ടോ മറ്റു ചില സന്ദർഭങ്ങളിലോ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് ഇരുന്നോ കിടന്നോ ഒക്കെ നമസ്കരിക്കുന്നതിന് കുഴപ്പമില്ല. അങ്ങനെ ചില വിട്ടുവീഴ്ചകൾ ഇസ്ലാം ചില സന്ദർഭങ്ങളും ചില ആരോഗ്യവശങ്ങളും എല്ലാം പരിഗണിച്ച് നൽകുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം പറയാണ്, കാനത്തിലി ബവാസീർ. ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുന്നതായി ഹദീസിലുള്ളത്, കാനത്തിലി ബവാസീർ, എനിക്ക് ബവാസീർ എന്ന് പറയുന്ന രോഗമുണ്ടായിരുന്നു. ബവാസീർ എന്ന് പറഞ്ഞാൽ പൈൽസ് പോലെയുള്ള രോഗമാണ്, മൂലക്കുരു സംബന്ധമായ രോഗത്തിനാണ് ബവാസീർ എന്ന് പറയും. എനിക്ക് പൈൽസ് രോഗമുണ്ടായിരുന്നു. ഫസഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അനിസ്സല, നമസ്കാരത്തെക്കുറിച്ച്. ഈ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഞാൻ എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത് എന്ന് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ ഫഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സ്വല്ലി ഖായിമൻ, നീ നിന്ന് നമസ്കരിക്കണം. നീ എന്തു ചെയ്യണം? നിന്ന് നമസ്കരിക്കണം. ഫഇൻ ലം തസ്തതി ഫഖായിദൻ, നിനക്ക് നിന്ന് നമസ്കരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഫഖായിദൻ, നിനക്ക് ഇരുന്നു കൊണ്ട് നമസ്കരിക്കാം. ഫഇൻ ലം തസ്തതി ഫഅലാ ജംബിൻ, ഇനി ഇരുന്ന് നമസ്കരിക്കാനും നിനക്ക് പ്രയാസമുണ്ട് എങ്കിൽ ഫഅലാ ജംബിൻ, നീ കിടന്നിട്ട് നമസ്കരിക്കണം. ഒരു വശത്തേക്ക് ചെരിഞ്ഞ് കിടന്നുകൊണ്ട് ആണ് എങ്കിലും നീ നമസ്കരിക്കണം. ഇവിടെ നമ്മൾ പ്രാധാന്യത്തോടു കൂടി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. മരണമല്ലാത്ത ഒരു രോഗവും നമസ്കാരത്തെ തൊട്ട് നമ്മളെ തടയുന്നില്ല. ഏത് അവസ്ഥയിലാണ് എങ്കിലും നമസ്കാരം നിർവഹിക്കുക എന്ന് പറയുന്നത് നിർബന്ധമായ കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസിൽ നിന്ന് നമുക്കത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് സഹോദരന്മാർ മനസ്സിലാക്കേണ്ടുന്നത്, നമുക്ക് ചെറിയ പ്രയാസങ്ങളാണ് ഉള്ളത് എങ്കിൽ പരമാവധി നമുക്ക് നിന്ന് നമസ്കരിക്കാൻ കഴിയുമെങ്കിൽ നിന്ന് തന്നെ നമസ്കരിക്കണം. പലപ്പോഴും കണ്ടുവരുന്നത് ചെറിയ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക് ആളുകൾ പെട്ടെന്ന് ഇരുന്ന് നമസ്കരിക്കുന്ന ഒരു രീതിയിലേക്ക് മാറുന്നതായി കണ്ടുവരാറുണ്ട്. എന്നാൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഇരുന്ന് നമസ്കരിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മളോട് നിർദ്ദേശിക്കപ്പെടുകയാണ്, നിങ്ങൾ നിന്ന് നമസ്കരിക്കുന്ന പക്ഷം നിങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഡോക്ടർമാർ നമ്മളോട് പറയുന്ന പക്ഷം അത്തരത്തിലുള്ള ആളുകൾക്കും ഇരുന്ന് നമസ്കരിക്കാവുന്നതാണ്. അല്ലാത്ത പക്ഷം നിന്ന് നമസ്കരിക്കാൻ കഴിയുന്ന ആളുകൾ നിന്ന് നമസ്കരിക്കുക എന്ന് പറയുന്നത് നമസ്കാരത്തിൻ്റെ റുക്കിനിൽപ്പെട്ട കാര്യമാണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം റുക്കുവിലേക്ക് പോകുന്ന സമയത്തോ സുജൂദിലേക്ക് പോകുന്ന സമയത്തോ മാത്രമായിരിക്കും പ്രയാസം ഉണ്ടാവുക. അല്ലാത്ത സമയങ്ങളിൽ ചിലപ്പോൾ റുക്കുവിനും പ്രയാസമുള്ള ആളുകൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. തക്ബീറത്തുൽ ഇഹ്റാമിലും
റുക്കൂയിലും എഴുത്തിദാലിലുമൊക്കെ നിന്ന് നമസ്കരിക്കാൻ കഴിയുന്ന ആളുകൾ ഉണ്ടാകും. കാല് മടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളായിരിക്കും മിക്കവാറും ഇരിക്കുക. അങ്ങനെയുള്ള ആളുകൾ എത്രയാണോ നിന്ന് നമസ്കരിക്കാൻ കഴിയുന്നത് അത്രയും സമയം നിൽക്കുകയും ഇരിക്കേണ്ട സമയമാകുന്ന സമയത്ത് ഇരുന്ന് നമസ്കരിക്കുകയും ചെയ്യുക. അങ്ങനെ ചെയ്യണം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള നിർദ്ദേശമായി നമുക്ക് ഹദീസുകളിൽ നിന്ന് പഠിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഫർള് നമസ്കാരങ്ങളിൽ നിന്ന് ആ നമസ്കാരം നിർവഹിക്കുക എന്ന് പറയുന്നത് നമസ്കാരത്തിൻ്റെ റുക്നിൽപ്പെട്ടതാണ്. അതിന് കഴിവുള്ള ഒരാൾ ഇരുന്ന് നമസ്കരിക്കുകയാണ് എങ്കിൽ അവൻ്റെ നമസ്കാരം സ്വീകരിക്കപ്പെടുന്നതല്ല. ഇത് നമുക്കൊരാൾക്കും വിലയിരുത്താൻ കഴിയില്ല. ഇയാൾ എന്താ ഇരിക്കുന്നത് നമുക്കറിയില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ കരാറ് റബ്ബുമായിട്ടാണ്. ഞാൻ എന്തുകൊണ്ട് ഇരിക്കുന്നു എന്ന് എൻ്റെ റബ്ബിനറിയാം. അതുകൊണ്ട് നമുക്ക് ബോധ്യമുണ്ടാകണം, എൻ്റെ റബ്ബിൻ്റെ അടുക്കൽ എനിക്ക് ബോധിപ്പിക്കാൻ കഴിയുന്ന കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത് എന്ന്. ഇനി നമ്മൾ കണ്ടുവരാറുള്ള ഒരു കാര്യം, പലരും ഇരുന്ന് നമസ്കരിക്കുകയോ കിടന്ന് നമസ്കരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആളുകൾ സുജൂദ് ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകം പലകകളോ അല്ലെങ്കിൽ തലയണയോ ഒക്കെ ഉപയോഗിക്കുന്നതായി കാണാറുണ്ട്. ചില ആളുകളെങ്കിലും ഇരുന്ന് നമസ്കരിക്കുമ്പോൾ കസേരയിൽ ഇരുന്ന് നമസ്കരിക്കുകയും എന്നിട്ട് കട്ടിലിലേക്ക് സുജൂദ് ചെയ്യുകയും മെത്തയിൽ തല വെച്ച് സുജൂദ് ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതി കാണാറുണ്ട്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടാവും രോഗികളായിട്ടുള്ള ആളുകൾ. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ആദൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരീളൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു രോഗിയെ സന്ദർശിച്ചു. ഫറആഹു യുസല്ലി അലാ വിസാദത്തിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുന്നത് അദ്ദേഹം നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമസ്കരിക്കുമ്പോൾ അദ്ദേഹം സുജൂദ് ചെയ്യുന്നത് ഒരു വിസാദത്തിൻ്റെ മുകളിലാണ്, ഒരു തലയിണയുടെ മുകളിലാണ് അദ്ദേഹം സുജൂദ് ചെയ്യുന്നത്. അഥവാ സുജൂദിൻ്റെ മുഖം വെക്കുന്നത് ഒരു വിസാദത്തിൻ്റെ മുകളിലാണ്. ഫറമാ ബിഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിസാദത്ത് എടുത്ത് മാറ്റുകയും വഖാല, എന്നിട്ട് ആ മനുഷ്യനോടായിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞു, സൊല്ലി അലൽ അർളി ഇൻ ഇസ്തതഅത്, നിനക്ക് കഴിയുമെങ്കിൽ നീ ഭൂമിയിൽ നിന്ന് നമസ്കരിക്കണം. നിനക്ക് സാധിക്കുമെങ്കിൽ എങ്ങനെ നമസ്കരിക്കണം? ഭൂമിയിൽ നെറ്റിത്തടം വെച്ച് സുജൂദ് ചെയ്ത് നീ നമസ്കരിക്കണം, നിനക്ക് സാധിക്കുമെങ്കിൽ. ഇനി ഇനി നിനക്കതിന് കഴിയുന്നില്ല എങ്കിലോ നീ എന്ത് ചെയ്താൽ മതി? ആംഗ്യം കാണിച്ചാൽ മതി. സുജൂദിലേക്ക് എന്ത് ചെയ്താൽ മതി? ആംഗ്യം കാണിച്ചാൽ മതിയാകും. എന്തു വേണ്ട? സുജൂദിൻ്റെ നെറ്റിയും മൂക്കും മുട്ടിക്കുന്നതിന് വേണ്ടി നീ ഒരു പ്രത്യേകമായ പലകയോ ഒരു വിസാദത്തോ ഒരു വിരിപ്പോ നീ അതിനു വേണ്ടി സ്വീകരിക്കേണ്ടതില്ല. ഒരു കാര്യം നീ ചെയ്യണം, വജ്അൽ സുജൂദക അഖ്ഫള മിൻ റുകൂഇക്, റുകൂയിലേക്ക് നീ കുനിയുന്നതിനേക്കാൾ അല്പം കൂടി കുറച്ച് കൂടുതൽ എന്തിലേക്ക് കുനിയണം? സുജൂദിലേക്ക് കുനിയണം. അത്ര ചെയ്താൽ മതി. നീ പ്രയാസപ്പെട്ട് ഒരു പലക സ്വീകരിച്ച് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലം കണ്ടെത്തി അങ്ങനെ ആ രൂപത്തിൽ നീ സുജൂദിൽ പ്രയാസപ്പെടേണ്ടതില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നതായി കാണുവാൻ സാധിക്കും. അപ്പോൾ പ്രവാചകൻ്റെ സുന്നത്തിനെ അനുധാവനം ചെയ്തുകൊണ്ട് നമ്മൾ നമസ്കരിക്കുമ്പോൾ ഈ രീതി സ്വീകരിച്ചു കൊണ്ടുവേണം നമസ്കരിക്കാൻ. എന്നാൽ സുന്നത്ത് നമസ്കാരങ്ങളിൽ നിന്ന് നമസ്കരിക്കണം എന്ന് നിർബന്ധമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്ത് നമസ്കാരങ്ങളിലും നിന്നുകൊണ്ട് തന്നെയാണ് നമസ്കരിച്ചിട്ടുള്ളത്. എന്നാൽ പ്രയാസമുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരുന്ന് നമസ്കരിച്ചതായും നമുക്ക് കാണാൻ കഴിയും. ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാല സഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സ്വലാത്തി റജ്ലി വഹുവ ഖായിദ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു മനുഷ്യൻ ഇരുന്ന് നമസ്കരിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ, ഇത് ചോദിക്കുന്നത് ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ആണ്. നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തിൻ്റെ രൂപം വിശദീകരിക്കുന്ന മിക്കവാറും ഹദീസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത് ഇരുന്ന് നമസ്കരിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഫഖാല മൻ സല്ലാ ഖായിമൻ ഫഹുവ അഫ്ളൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ആരെങ്കിലും നിന്ന് നമസ്കരിക്കുകയാണ് എങ്കിൽ അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ഇനി വമൻ സല്ലാ ഖായിദൻ ഫലഹു നിസ്ഫു അജ്രിൽ ഖായിം, ആരെങ്കിലും ഇരുന്നാണ് നമസ്കരിക്കുന്നത് എങ്കിൽ നിന്ന് നമസ്കരിക്കുന്നവൻ്റെ പകുതി പ്രതിഫലമാണ് ഇരുന്ന് നമസ്കരിക്കുന്നവന് ലഭിക്കുക.
വമൻ സ്വല്ലാ നായിമൻ ഫലഹു നിസ്ഫു അജ്രിൽ ഖായിദ്. എന്നാൽ കിടന്ന് നമസ്കരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഇരുന്ന് നമസ്കരിക്കുന്നവൻ്റെ പകുതി പ്രതിഫലമാണ് ലഭിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി കാണാൻ കഴിയും. ഈ ഹദീസിനെ വിശകലനം ചെയ്ത മുഹദ്ദിസുകൾ പറയുന്നത് ഈ ഹദീസ് സുന്നത്ത് നമസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്നാണ്. അതുകൊണ്ട് ഇരുന്ന് നമസ്കരിക്കുന്നവന് ലഭിക്കുന്നത് നിന്ന് നമസ്കരിക്കുന്നവൻ്റെ പകുതി പ്രതിഫലമാണ്. ഒരിക്കലും പ്രതിഫലം നഷ്ടപ്പെടാത്ത രൂപത്തിൽ പൂർണ്ണമായും നമ്മുടെ നമസ്കാരത്തിൻ്റെ പ്രതിഫലം നേടിയെടുക്കും വിധത്തിൽ നിന്ന് നമസ്കരിക്കാൻ കഴിയുന്ന ആളുകൾ നിന്ന് നമസ്കരിക്കുക തന്നെയാണ് വേണ്ടത്. അത് നമസ്കാരത്തിൻ്റെ ഒന്നാമത്തെ റുക്കിനാണ് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക. രണ്ടാമത്തെ റുക്കുൻ എന്ന് പറയുന്നത് തക്ബീറത്തുൽ ഇഹ്റാമാണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടുന്നത് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുന്നത് നമസ്കാരത്തിൻ്റെ റുക്കിനാണ്. അത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമസ്കാരം നഷ്ടപ്പെട്ടു പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് നമ്മൾ നമസ്കാരത്തിൻ്റെ ആരംഭത്തിൽ ചൊല്ലുന്ന തക്ബീർ ഉണ്ടല്ലോ, ആ തക്ബീറിനാണ് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയാം. നമ്മൾ റുക്കൂയിൽ നിന്ന് ഉയരാനും സുജൂദിലേക്ക് പോകാനും സുജൂദിൽ നിന്നും എഴുന്നേൽക്കാനും ഒക്കെ ചൊല്ലുന്ന തക്ബീറുകൾക്ക് പറയുന്ന പേര് തക്ബീറാത്തുൽ ഇൻതിഖാൽ എന്നാണ്. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുന്നതിനുള്ള തക്ബീർ എന്നാണ് പറയുക. എന്നാൽ തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുന്നത് നമസ്കാരത്തിൻ്റെ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട ഭാഗങ്ങളിൽ പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് മിഫ്താഹു സ്വലാത്തി അത്തുഹൂർ, നമസ്കാരത്തിൻ്റെ താക്കോൽ എന്ന് പറയുന്നത് അത്തുഹൂർ, വൃത്തിയാവുക, ശുദ്ധിയാവുക എന്നുള്ളതാണ്. വുളു ചെയ്യുക, ജനാബത്തുകാരനാണെങ്കിൽ കുളിക്കുക എന്നുള്ളതാണ് നമസ്കാരത്തിൻ്റെ താക്കോൽ. ആ താക്കോൽ ഉപയോഗിച്ച് പ്രവേശിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം വതഹ്രീമുഹ അത്തക്ബീർ, അതിലെ തഹ്രീം എന്ന് പറയുന്നത് തക്ബീറാണ്. എന്താ തഹ്രീം എന്ന് പറയുന്നത്? തഹ്രീം എന്ന് പറഞ്ഞാൽ ഹറാമാക്കുക എന്നാണ്. തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞാൽ പലതും ഹറാമാക്കുന്ന തക്ബീർ എന്നാണ്. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? തക്ബീറത്തുൽ ഇഹ്റാമോടുകൂടി നമുക്ക് അനുവദനീയമായ പല കാര്യങ്ങളും ഹറാമാക്കപ്പെടുകയാണ്. തക്ബീറത്തുൽ ഇഹ്റാമിന് മുൻപ് നമുക്ക് അടുത്ത് നിൽക്കുന്ന ആളോട് സംസാരിക്കാമായിരുന്നു, പക്ഷേ തക്ബീറത്തുൽ ഇഹ്റാമോടുകൂടി അത് ഹറാമാണ്. നമുക്ക് അടുത്ത് നിൽക്കുന്ന ആളെ നോക്കി ചിരിക്കാമായിരുന്നു, പിന്നിലേക്കും മുന്നിലേക്കുമൊക്കെ നോക്കാമായിരുന്നു, പ്രശ്നമൊന്നുമില്ല, തിരിഞ്ഞൊക്കെ നോക്കാം. പക്ഷേ തക്ബീറത്തുൽ ഇഹ്റാമോടുകൂടി അത് ഹറാമായി. തക്ബീറത്തുൽ ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് മുൻപ് വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാമായിരുന്നു, പക്ഷേ തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി അല്ലാഹു അക്ബർ എന്ന് പറയുന്നതോടുകൂടി ഇത് ഹറാമാവും. ഇങ്ങനെ നമുക്ക് അനുവദനീയമായ പലതും ഹറാമാക്കുന്നത് കൊണ്ടാണ് അതിനെ തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുന്നത്. നമ്മൾ ഹജ്ജിൻ്റെയും ഉംറയുടെയും ഒക്കെ സമയത്ത് ഇഹ്റാമിൽ പ്രവേശിക്കുക എന്ന് നമ്മൾ കേട്ടിട്ടുള്ള വാക്കാണ്. എന്താ ഇഹ്റാമിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ? അതങ്ങോട്ട് കയറുന്നതോടുകൂടി, ഇഹ്റാമിൽ പ്രവേശിക്കുന്നതോടുകൂടി അതുവരെ അനുവദനീയമായ പലതും, വിവാഹ ആലോചന അടക്കം, വിവാഹം കഴിക്കലടക്കം, പലതും, വേട്ടയാടലടക്കം, അങ്ങനെ ഇഹ്റാമിൽ ഹറാമാക്കപ്പെട്ട ഹജ്ജിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പ്രവേശിക്കുന്നതോടുകൂടി നമുക്ക് നിഷിദ്ധമാക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ ആ നിഷിദ്ധമാക്കപ്പെടുന്ന കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ആ തക്ബീറിനെ തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒപ്പം അവസാനം പറഞ്ഞു വതഹ്ലീലുഹ അത്തസ്ലീം. എന്നാൽ ഇതിൽ നിന്നെല്ലാം തഹല്ലുലാകുന്നത് എന്താണ്? അത്തസ്ലീം. നമ്മൾ ഹജ്ജിൻ്റെ സമയത്തും പറയും ഇഹ്റാമിൽ നിന്ന് തഹല്ലുലാവുക എന്ന് പറഞ്ഞാൽ എന്താ? അതുവരെയും ഹറാമാക്കിയതെല്ലാം പിന്നെ ഹലാലാക്കപ്പെടുകയാണ്. അപ്പൊ തസ്ലീം, സലാമോടുകൂടി നമ്മൾ എന്തായി? നമസ്കാരത്തിൽ നിന്ന് തഹല്ലുലാകും. അതോടുകൂടി അതുവരെ ഹറാമായിരുന്ന കാര്യങ്ങളെല്ലാം ഹലാലാകും. അതുവരെ ഹറാമായിരുന്നത് എന്ന് പറഞ്ഞാൽ അസ്ലിൽ ഹറാമായ കാര്യങ്ങളല്ല, നേരെ മറിച്ച് നമസ്കാരത്തിൽ പ്രത്യേകമായി ഹറാമാക്കപ്പെട്ട സംസാരവും ഭക്ഷണം കഴിക്കലും തിരിഞ്ഞു നോക്കലും എല്ലാം ഹലാലാക്കപ്പെടും സലാമോടുകൂടി. മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. ഇനി നമുക്കുണ്ടാകുന്ന ഒരു സംശയം, നമ്മൾ ജമാഅത്തായിട്ടാണ് നമസ്കരിക്കുന്നത്, ഇമാമ് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്നുണ്ട്, പിന്നെ മഅമൂമായി നിൽക്കുന്ന ഞാൻ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലണോ വേണോ?
അതൊരു സംശയമായി പലപ്പോഴും നമ്മുടെ മുന്നിൽ ഉണ്ടാവാറുള്ളതാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇദാ ഖാലൽ ഇമാമു അല്ലാഹു അക്ബർ ഫഖൂലു അല്ലാഹു അക്ബർ. ഇമാമ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് തക്ബീറത്തുൽ ഇഹ്റാം പറഞ്ഞ് കൈ കെട്ടിക്കഴിഞ്ഞാൽ നിങ്ങളും എന്തു ചെയ്യണം? അല്ലാഹു അക്ബർ എന്ന് പറയണം. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, നാവ് ചലിപ്പിച്ച് അല്ലാഹു അക്ബർ എന്ന് പറയുന്നതോടുകൂടി മാത്രമേ എന്താവുള്ളൂ? തക്ബീറത്തുൽ ഇഹ്റാം ആവുകയുള്ളൂ. ഉച്ചത്തിൽ പറയേണ്ടതില്ല. മഅ്മൂം ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ഉച്ചത്തിൽ പറയാൻ പാടില്ല. പക്ഷെ നാവനക്കി അല്ലാഹു അക്ബർ എന്ന് മഅ്മൂം പറയുന്നതോടുകൂടി മാത്രമേ തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുകയുള്ളൂ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് മഅ്മൂമും എന്തു പറയണം? അല്ലാഹു അക്ബർ എന്ന് പറയണം. എപ്പോഴാണിത് പറയേണ്ടത്? എപ്പോഴാണ് മഅ്മൂമ് അല്ലാഹു അക്ബർ എന്ന് പറയേണ്ടത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, ഇന്നമാ ജുഇലൽ ഇമാമു ലിയുതമ്മ ബിഹി. തീർച്ചയായും ഒരു ഇമാമിനെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ആ ഇമാമത്തിനെ അംഗീകരിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തെ അംഗീകരിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇമാമിനെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. ഫലാ തഖ്തലിഫു അലൈഹി. അതുകൊണ്ട് നിങ്ങൾ അതിൽ നിന്ന് വിഭിന്നമായി പിന്തിരിഞ്ഞ് അയാൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത്. ഫഇദാ കബ്ബറ ഫകബ്ബിറു. അദ്ദേഹം തക്ബീർ ചൊല്ലുകയാണ് എങ്കിൽ നിങ്ങളും തക്ബീർ ചൊല്ലണം. വലാ തുകബ്ബിറു ഹത്താ യുകബ്ബിർ. അദ്ദേഹം തക്ബീർ ചൊല്ലുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? തക്ബീർ ചൊല്ലാൻ പാടില്ല. ഇമാമ് തുടങ്ങുന്നത് വരെ ഒന്നും കാത്തിക്കാൻ ക്ഷമയില്ല. ഞാൻ അല്ലാഹു അക്ബർ പറഞ്ഞങ്ങ് നേരത്തെ പറഞ്ഞു വെക്കാമെന്ന് വിചാരിച്ച് എന്ത് ചെയ്യാൻ പാടില്ല? തക്ബീർ ചൊല്ലി തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലാൻ പാടില്ല. ഇമാമ് തക്ബീറത്തുൽ ഇഹ്റാം പറഞ്ഞതിന് ശേഷം വേണം തക്ബീർ ചൊല്ലാൻ. ഇനി എപ്പോഴെങ്കിലും മഅ്മൂമിന് ഉച്ചത്തിൽ തക്ബീർ ചൊല്ലാനുള്ള അനുവാദമുണ്ടോ? ഉണ്ട്. ഇമാമിൻ്റെ രോഗം കാരണത്താലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസൗകര്യം കാരണത്താലോ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന മഅ്മൂമിന് ഇമാമിൻ്റെ തക്ബീറിൻ്റെ ശബ്ദം കേൾക്കാൻ അസൗകര്യമുണ്ട് എങ്കിൽ മഅ്മൂമിന് എന്തു ചെയ്യാം? ഉച്ചത്തിൽ തക്ബീർ ചൊല്ലാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, കാന ഇദാ മരിള റഫഅ അബൂബക്കർ സൗത യുബല്ലിഉ അന്നാസ തക്ബീറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗബാധിതനായ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദം സ്വഹാബിമാർക്ക് കേൾക്കാൻ സാധ്യമാകാത്ത അവസ്ഥയിൽ അത്രയും പ്രയാസം നബിക്ക് ഉണ്ടായ സമയം റഫഅ അബൂബക്കർ സൗത. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തക്ബീർ ചൊല്ലിയതിന് പിറകെ ഉച്ചത്തിൽ തക്ബീർ ചൊല്ലുകയും യുബല്ലിഉ അന്നാസ തക്ബീറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തക്ബീർ ആളുകൾക്കെല്ലാം കേൾക്കും വിധത്തിൽ ഉച്ചത്തിൽ അദ്ദേഹം ചൊല്ലുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ തക്ബീറിനോട് നമ്മൾ കാണിക്കേണ്ട മര്യാദയും അതുപോലെ തന്നെ തക്ബീറിനോടുള്ള സമീപനവും ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇതാണ്. തക്ബീറത്തുൽ ഇഹ്റാമിനോടൊപ്പം കൈകൾ ഉയർത്തി കെട്ടുക എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. തക്ബീറത്തുൽ കൃത്യമായി മനസ്സിലാക്കേണ്ടത്, തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുന്നത് റുക്നാണ്. എന്നാൽ അതിൽ കൈകൾ ഉയർത്തി കെട്ടുക എന്ന് പറയുന്നത് സുന്നത്താണ്. ഇത് രണ്ടും കൂടിക്കലർന്നു പോവാൻ പാടില്ല. തക്ബീറത്തുൽ ഇഹ്റാം പറയൽ റുക്നാണ്, എന്നാൽ അതിൽ കൈകൾ ഉയർത്തുക എന്ന് പറയുന്നത് എന്താണ്? സുന്നത്തായ കാര്യമാണ്. ഈ കൈകൾ ഉയർത്തിക്കെട്ടുന്ന കാര്യത്തിൽ 3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഒന്നാമത്തത്, എപ്പോഴാണ് കൈകൾ ഉയർത്തേണ്ടത്? ഇത്രയും വിശദമായി കാര്യങ്ങൾ പറയുന്നത് നമുക്ക് ആ വിഷയത്തിൽ പല ആളുകൾക്കും പല രൂപത്തിലുമുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. സംശയങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ പലരും പ്രായം മാനിച്ചിട്ടോ അല്ലെങ്കിൽ ഇനിയും ഞാൻ എങ്ങനെ ചോദിക്കുമെന്ന് വിചാരിച്ചിട്ടോ ഒന്നും ചോദിക്കാതെ ആ സംശയങ്ങളുമായി ഇങ്ങനെ നമസ്കാരം തെറ്റിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് കൂടിയാണ്. എപ്പോഴാണ് തക്ബീർ ചൊല്ലേണ്ടത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 ഘട്ടങ്ങളിലായി തക്ബീർ ചൊല്ലുന്നതായി നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. വകാന യർഫഉ യദൈഹി താറത്തൻ മഅ തക്ബീർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു അക്ബർ എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ കൈകൾ ഉയർത്തിയിരുന്നു എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. താറത്തൻ മഅ തക്ബീർ വ താറത്തൻ ബഅദ തക്ബീർ
എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞതിന് ശേഷം കൈകൾ ഉയർത്തിയതായും ഹദീസിൽ കാണാം. ഈ ഹദീസും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെയാണ്. അപ്പോൾ ഒരിക്കൽ തക്ബീറിനോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ തന്നെ കൈകൾ ഉയർത്തി. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞതിന് ശേഷം കൈകൾ ഉയർത്തി. വതാറതൻ ഖബ്ല, മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈ ഉയർത്തിയതിന് ശേഷം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. അപ്പോൾ മൂന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്വഹീഹായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ മൂന്ന് രൂപത്തിലും നമുക്ക് എന്തു ചെയ്യാവുന്നതാണ്? കൈകൾ ഉയർത്താവുന്നതാണ്. ഇനി എങ്ങനെയാണ് കൈകൾ ഉയർത്തേണ്ടുന്നത്? പലരും പല രൂപത്തിലാണ് കൈകൾ ഉയർത്തുന്നത്. നമ്മൾ നമസ്കാരം ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ചില ആളുകളെങ്കിലും ഇങ്ങനെ അല്ലേ, അല്ലെങ്കിൽ കൈകൾ ഇങ്ങനെ ചുരുട്ടിപ്പിടിച്ച്, അങ്ങനെ പല രൂപത്തിലാണ് ആളുകൾ കൈകൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈകൾ ഉയർത്തിയത് ഹദീസുകളിൽ വന്നതായി ഇമാം അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. വകാന യർഫഉഹുമാ മംദൂദത്തൽ അസാബിഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരലുകൾ വിടർത്തിയ രൂപത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? കൈ ഉയർത്തിയത്. ലാ യുഫർരിജു ബൈനഹുമാ വലാ യളുമ്മുഹ, വിരലുകൾ ഒന്നായി അടുപ്പിച്ച് ചേർത്ത് ഇങ്ങനെ വെക്കുന്ന രൂപത്തിലോ അല്ലെങ്കിൽ വല്ലാതെ അകത്തി വെക്കുന്ന രൂപത്തിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈകൾ ഉയർത്തിയിരുന്നില്ല. ഇതിൻ്റെ രണ്ടിൻ്റെയും മധ്യമമായ നിലപാടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തു? കൈകൾ ഇങ്ങനെയാണ് ഉയർത്തിയത്. ഇങ്ങനെയല്ല, ഇങ്ങനെയുമല്ല, നേരെമറിച്ച് കൈകൾ വിരലുകൾ അകത്തി, ഒരുപാട് അകത്താതെ എന്നാൽ ചേർത്ത് വെക്കാതെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈകൾ ഉയർത്തിയിട്ടുള്ളത്. ഇനി എവിടെ വരെയാണ് ഉയർത്താൻ കഴിയുന്നത്? ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ കാണാം. വകാന യജ്അലുഹുമാ ഹദ്വ മൻകിബൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൻകിബ് വരെ, മൻകിബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഭാഗമാണ്, ചുമലാണ്. ചുമലിൻ്റെ ഭാഗം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈകൾ ഉയർത്തിയതായി കാണാൻ കഴിയും. വറുബമാ കാന യർഫഉഹുമാ ഹത്താ യുഹാദി ബിഹിമാ ഉദ്നൈഹി, ചെവിക്കുറ്റി വരെയും ചെവിക്ക് നേരെ വരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈകൾ ഉയർത്തിയതായി നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും. അപ്പോൾ കൈകൾ ഉയർത്തേണ്ടുന്നത് ചേർത്തു പിടിക്കാതെയും എന്നാൽ വല്ലാതെ അകത്തി പിടിക്കാതെയും മൻകിബ് വരെയോ അല്ലെങ്കിൽ ചെവിക്കുറ്റി വരെയോ ചെവി വരെയോ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിൻ്റെ മുകളിലേക്ക് കൈ പോവാൻ പാടില്ല, ഇതിന് താഴേക്കും കൈ പോവാൻ പാടില്ല. നമ്മൾ സുന്നത്താണ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു സുന്നത്ത് നമ്മൾ നമസ്കാരത്തിൽ ചെയ്യുമ്പോൾ സൊല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ കൈ ഉയർത്തിയത്, കൈ ഉയർത്തുന്നുണ്ട് എങ്കിൽ നബി എങ്ങനെയാണോ കൈ ഉയർത്തിയത് അങ്ങനെ ഉയർത്തണം. ആ രൂപത്തിൽ നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കുകയും കാര്യങ്ങൾ പഠിക്കുകയും നമസ്കാരം കൃത്യമായ രൂപത്തിൽ നിർവഹിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമസ്കാരത്തിൽ കൈകൾ ഉയർത്തേണ്ടത് എങ്ങനെയാണ് എന്നതുവരെയാണ് നാം സൂചിപ്പിച്ചത്. കൈ എങ്ങനെ ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ പറ്റില്ലല്ലോ, കൈ കെട്ടി അതിൻ്റെ യഥാസ്ഥാനത്ത് കൈ വെക്കണം. കൈ കെട്ടേണ്ടത് എങ്ങനെയാണ് എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇന്നാ മഅശറൽ അംബിയ ഉമിർനാ ബിതഅജീലി ഫിത്രിന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസിൽ കാണാം. ഇന്നാ മഅശറൽ അംബിയ, ഞങ്ങൾ അംബിയാക്കന്മാർ, ഉമിർനാ ബിതഅജീലി ഫിത്രിന, നോമ്പ് തുറ വേഗത്തിലാക്കാൻ ഞങ്ങളോട് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു. ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അഥവാ അമ്പിയാക്കന്മാരോട് പ്രത്യേകമായി കൽപ്പിക്കപ്പെട്ട കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത്, ഒന്ന് നോമ്പ് തുറ വേഗത്തിലാക്കാൻ, വതഅഖീരി സുഹൂരിന, അത്താഴം വൈകിപ്പിക്കാനും ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്
വഅൻ നളഅ ഐമാനിനാ അലാ ശമാഇലിനാ ഫിസ്സല, നമസ്കാരത്തിൽ ഇടം കൈക്ക് മുകളിൽ വലം കൈ വെക്കാനും ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഹദീസിൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുൻപുള്ള എല്ലാ അമ്പിയാക്കന്മാരോടുമുള്ള അള്ളാഹുവിൻ്റെ കൽപ്പന നമസ്കാരത്തിൽ ഇടം കൈക്ക് മുകളിൽ വലം കൈ വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇടത്തെ കൈയിൻ്റെ മുകളിലാണ് വലത്തെ കൈ വെക്കേണ്ടുന്നത്. അതല്ലാത്ത രൂപത്തിൽ വലത്തെ കൈക്ക് മുകളിൽ ഇടത്തെ കൈ വെച്ച് നമസ്കരിച്ച സ്വഹാബിയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നമസ്കാരത്തിനിടയിൽ തന്നെ കൈ അഴിച്ച് ഇടത്തെ കൈയിൽ വലത്തെ കൈ വെക്കുന്ന രൂപത്തിൽ ചെയ്തതായി നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, വകാന യളഉ അൽ-യുംന അലാ ളഹിരി കഫിഹി അൽ-യുസ്റ. 3 സ്ഥലങ്ങളാണ് ഇവിടെയും നമ്മൾ പഠിച്ചു വെക്കേണ്ടുന്നത്. 3 രൂപങ്ങളാണ് ഇതിന് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഒന്ന് കഫിൻ്റെ ലൊഹറിൽ നമുക്ക് വെക്കാം. കഫ് എന്ന് പറയുന്നത് ഇതാണ്, നമ്മുടെ കൈയുടെ ഈ കൈപ്പത്തി, അതിനാണ് കഫ് എന്ന് പറയും. അതിൻ്റെ ലൊഹർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ പുറം ഭാഗമാണ്. ഈ പുറം ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വലത്തെ കൈ ചേർത്ത് വെക്കാം. ഇടത്തെ കൈയുടെ പുറം ഭാഗത്ത്, കഫിൻ്റെ പുറം ഭാഗത്ത് നമ്മുടെ വലത്തെ കൈ കൊണ്ടുവെക്കാം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വറസ്ഖ്, അല്ലെങ്കിൽ എവിടെ വെക്കണം, റസ്ഖിൽ വെക്കണം. റസ്ഖ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ റിസ്റ്റിൻ്റെ ഭാഗമാണ്. ഇതിനെന്താ മലയാളം പറയാ, മണികണ്ഠം എന്നാണെന്ന് തോന്നുന്നു. ഈ ഭാഗത്ത് വേണം. ഇത് രണ്ടും ചേർത്തുകൊണ്ട് ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, കൈകൾ വെക്കാം. അതിൻ്റെ പുറത്ത് ഇങ്ങനെ കൈ വെക്കാം. അതുമല്ലെങ്കിൽ വസാഇദ്, അല്ലെങ്കിൽ സായിദിലാണ് വെക്കേണ്ടത്. സായിദ് എന്ന് പറയുന്നത് കൈത്തണ്ടയാണ്. ഈ കൈത്തണ്ടയിലേക്ക് കയറ്റി ഇങ്ങനെ കൈവെക്കാം. ഈ 3 രൂപത്തിലാണ് നമുക്ക് കൈ കെട്ടാൻ കഴിയുന്നത്. ഒന്ന് ഇടത്തെ കൈയുടെ കഫിൻ്റെ ലഹറിൽ വെക്കാം, അതല്ല എങ്കിൽ ഇടത്തെ കൈയിൻ്റെ റസ്ഖിൽ വെക്കാം. റസ്ഖ് എന്ന് പറഞ്ഞാൽ മണികണ്ഠത്തിൽ വെക്കാം. അതുമല്ല എങ്കിൽ സായിദിൽ വെക്കാം. ഈ 3 രൂപത്തിൽ നമുക്ക് കൈ കെട്ടാവുന്നതാണ്. മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വകാന അഹ്യാനൻ യഖ്ബിദു ബിൽ യുംന അലൽ യുസ്റ. ചിലപ്പോഴെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലത്തെ കൈ കൊണ്ട് ഇടത്തെ കൈ പിടിക്കാറുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ എന്തുവരെ പറ്റും, വേണമെങ്കിൽ ഇങ്ങനെ വെക്കാം, അതല്ല എങ്കിൽ ഇതിങ്ങനെ പിടിക്കുകയോ ഇങ്ങനെ പിടിക്കുകയോ ഈ റസ്ഖിൽ പിടിക്കുകയോ അല്ലെങ്കിൽ സായിദിൽ പിടിക്കുകയോ ചെയ്യാം. ഇടത്തെ സായിദിനെ വലത്തെ കബുല് കൊണ്ട് എന്ത് ചെയ്യാം, പിടിക്കാവുന്നതാണ്. വലത്തെ കഫ് കൊണ്ട് പിടിക്കാവുന്നതാണ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതായി നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും. ഈ 3 രൂപത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈ കെട്ടിയതായി നമുക്ക് ഹദീസുകളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ഇനി അടുത്തൊരു സംശയം നമുക്ക് പലപ്പോഴും ഉണ്ടാകാറുള്ളത്, ഈ കെട്ടിയത് എവിടെ വെക്കുമെന്നാണ്. ഈ കെട്ടിയ കൈ എവിടെയാണ് വെക്കേണ്ടത് എന്ന്. പല രൂപത്തിൽ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ അതിനെ സ്വീകരിക്കുന്നതായി അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ വെക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പണ്ഡിതന്മാർക്കും അഭിപ്രായ വ്യത്യാസമുള്ള കാര്യം തന്നെയാണ്. 3 പ്രധാനപ്പെട്ട അഭിപ്രായങ്ങൾ നമുക്ക് ഇതിൽ കാണാൻ കഴിയും. അതിൽ ഒന്നാമത്തത് ഫൗഖസ്സുറതി തഹ്തസ്സുദ്ർ. ഫൗഖസ്സുറ എന്ന് പറഞ്ഞാൽ പൊക്കിളിന് മുകളിൽ, തഹ്തസ്സുദ്ർ നെഞ്ചിന് താഴെ ആയിട്ടാണ്. നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ മനസ്സിലാക്കുമ്പോൾ പ്രധാനമായും അറബിയിൽ വളരെ കൃത്യമായി ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും വിശദീകരിക്കുന്നുണ്ട്. നമ്മുടെ ഈ കഴുത്തിന് ഈ ഭാഗം പറയുന്നത് ഉനുക്ക് എന്നാണ്. അതിൻ്റെ തൊട്ട് താഴെയുള്ള ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗത്തിന് നെഹ്ർ എന്നാ പറയും. അതിൻ്റെയും താഴെയുള്ള ഭാഗത്തിനാണ് സൊദ്ർ എന്ന് പറയും. അതിൻ്റെ താഴെയാണ് ബത്തിന്. ബത്തിനിൻ്റെ താഴെയാണ്, ബത്തിനിലുള്ളതാണ് എന്ത്, സുറത്ത്. ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. സൊദ്ർ എന്ന് പറയുമ്പോഴത്തേക്കിന് ഇങ്ങോട്ട് കയറ്റി വെക്കരുത്. കാരണം ഇത് സൊദ്റല്ല, ഇതെന്താണ്, നെഹ്റാൻ. അതിൻ്റെ തൊട്ട് താഴെയാണ് സൊദ്ർ ഉള്ളത്. ഒന്നാമത്തെ അഭിപ്രായം ഫൗഖസ്സുറതി തഹ്ത സൊദ്ർ, നെഞ്ചിന് താഴെ പൊക്കിളിന് മുകളിലായി കൈ വെക്കണം എന്നതാണ് ഒരു അഭിപ്രായം. ഷാഫി മദ്ഹബിലെ അഭിപ്രായം ഇതാണ്. പ്രത്യേകം മനസ്സിലാക്കുക, ഷാഫി മദ്ഹബിൻ്റെ അഭിപ്രായ പ്രകാരം പൊക്കിളിന് മുകളിൽ നെഞ്ചിന് താഴെയായിട്ടാണ് കൈ കെട്ടേണ്ടുന്നത്. രണ്ടാമത്തെ അഭിപ്രായം തഹ്ത സുറത്തി, പൊക്കിളിന് താഴെ കൈ കെട്ടുക എന്നുള്ളതാണ്. എവിടെ, പൊക്കിളിന്
താഴെയായിട്ട് കൈകെട്ടുക എന്നതാണ് രണ്ടാമത്തെ അഭിപ്രായം. ഹനഫി മദ്ഹബിലെയും ഹംബലി മദ്ഹബിലെയും പണ്ഡിതന്മാരുടെ അഭിപ്രായം ഈ രൂപത്തിലാണ്, പൊക്കിളിന് താഴെ കൈകെട്ടണം എന്നുള്ളതാണ്. മൂന്നാമത്തെ അഭിപ്രായം ഫയലഉഹുമ അലാ സുദ്രി, സുദ്റിൽ കൈവെക്കണം എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു സുദ്ർ എന്ന് പറയുന്നത് നെഹറിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ്, അവിടെ കൈവെക്കണം എന്നതാണ് മറ്റൊരു അഭിപ്രായമുള്ളത്. നേരത്തെ സൂചിപ്പിച്ചു, വാഇൽ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അദ്ദേഹം പറയുന്നു ഖാല സ്വല്ലൈതു മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒപ്പം നമസ്കരിച്ചു. ഫവളഅ യദഹു അൽ-യുംന അലാ യദിഹി അൽ-യുസ്റ അലാ സുദ്രി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ വലത്തെ കൈ ഇടത്തെ കൈയിന് മുകളിൽ വെച്ചിട്ട് എവിടെ വെച്ചു? അലാ സുദ്രി, നെഞ്ചത്ത് വെച്ചു, സുദ്റിൽ വെച്ചു എന്ന് പറയുന്ന ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സ്വീകാര്യയോഗ്യമായ ഒരു ഹദീസ് ഉള്ളത് നെഞ്ചത്ത് കൈവച്ചു എന്നുള്ളതിനാണ്. എന്നാൽ പൊക്കിളിന് മുകളിൽ വെച്ചു എന്നുള്ളതിനോ? ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസുകളെയെല്ലാം വിശദീകരിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നത് കാണാം, വബഅദു അഹ്ലിൽ ഇൽമി യറാ വലൂഹ അല സുറ, ചില പണ്ഡിതന്മാർ കാണുന്നത് അല്ലെങ്കിൽ അവർ പറയുന്നത് അവരുടെ അഭിപ്രായം പൊക്കിളിന് മുകളിൽ വെക്കണമെന്നാണ്. വബഅദു അഹ്ലിൽ ഇൽമി യറാ വലൂഹ തഹ്ത സുറ, എന്നാൽ ചിലർ പറയുന്നത് പൊക്കിളിന് താഴെ വെക്കണം എന്നാണ്. വൽ ഹദീസു ഫി ഹാദാ ലഈഫ്, എന്നാൽ ഈ രണ്ട് അഭിപ്രായങ്ങളിലും വന്നിട്ടുള്ള ഹദീസുകൾ ലഈഫാണ് എന്ന് ഷെയ്ഖ് ഇബ്നു ബാസ് അഭിപ്രായം പറയുന്നതായി കാണാൻ കഴിയും. വൽ അഫ്ളൽ ഫൗക സുദ്ർ, അതിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്താണ്? സുദ്റിൽ കൈവെക്കുക എന്നുള്ളതാണ്. ലി അന്നൽ അഹാദീസ ഫീഹ അഫ്ളൽ, ഏറ്റവും ഈ വന്ന ഹദീസുകളിൽ ഏറ്റവും സ്വീകാര്യയോഗ്യമായ ഹദീസ് ഉള്ളത് ഏതിനാണ്? സുദ്റിൽ കൈവെക്കുക എന്നുള്ളതാണ്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്ലിമിന് നൽകിയിട്ടുള്ള ഷറഹിൽ അദ്ദേഹം പറയുന്നതായി കാണാൻ കഴിയും, അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ സുറത്തിന് മുകളിൽ വെക്കണം എന്ന് പറയുന്ന ഹദീസ് ലഈഫാണ് എന്ന് ആര് വിശദീകരിക്കുന്നുണ്ട്? ഇമാം നവവി വിശദീകരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇമാം നവവിയെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഇമാം നവവി എന്ന് പറയുന്നത് രണ്ടാം ഷാഫിഈ എന്നറിയപ്പെടുന്ന ഷാഫി മദ്ഹബിലെ പ്രഗത്ഭനായ പണ്ഡിതൻ. അതുകൊണ്ട് ആ വ്യത്യസ്ത അഭിപ്രായമുള്ള ആളുകൾ ഷാഫി മദ്ഹബിലും ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസുകളിൽ ഏറ്റവും അസഹായിട്ടുള്ളത്, ഏറ്റവും സ്വീകാര്യയോഗ്യമായിട്ടുള്ളത് നെഞ്ചത്ത് കൈവെക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇതെല്ലാം പറഞ്ഞതിന് ശേഷവും പണ്ഡിതന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഷെയ്ഖ് ഇബ്നു ബാസ് തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, വൽ അംറു ഫീഹാ വാസിഅ, കാര്യം ഇതിൽ വിശാലമാണ്, നമ്മൾ കുടുസായിട്ട് ചിന്തിക്കരുത്. ആദ്യമേ പറഞ്ഞു ഇത് സുന്നത്തായ കാര്യമാണ്, നമസ്കാരത്തിലെ സുന്നത്താണ്. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് നിൽക്കുന്ന ആള് സുറത്തിൻ്റെ മുകളിലാണ് കൈവച്ചിരിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് അവൻ എന്ത് ചെയ്യേണ്ട? അതിനൊരു ജിഹാദ് ഉണ്ടാക്കേണ്ട ഒരു കാര്യം ഇല്ല. അങ്ങനെ തന്നെ അതിനെ കൃത്യമായി മനസ്സിലാക്കുകയും അതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസുകളിൽ ഏറ്റവും സ്വീകാര്യയോഗ്യമായത് നെഞ്ചത്ത് കൈവെക്കുക എന്നുള്ളതാണ്. അത് സ്വീകരിക്കാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്യുക. റബ്ബ് സുബ്ഹാനഹു വ തആല ഇൽമ് കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ച് അമൽ ചെയ്യാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാതെയുമുള്ള തെറ്റുകുറ്റങ്ങൾ നാഥൻ നമുക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ പള്ളിയിൽ സജീവമായി വന്നുകൊണ്ടിരുന്ന അഷ്റഫ് സാഹിബ് പെട്ടെന്നുണ്ടായ ഹൃദയ സംബന്ധമായ ചില അസുഖങ്ങളെ തുടർന്ന് വണ്ടാനം മെഡിക്കൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുകയും 3-4 ദിവസത്തോളം ICUവിൽ പരിചരണത്തിന് ശേഷം ഇപ്പോൾ ചികിത്സയിൽ തുടരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ രോഗം അള്ളാഹു പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആരോഗ്യത്തോടു കൂടി കർമ്മങ്ങളിൽ, ഇബാദത്തുകളിൽ സജീവമാകാനുള്ള തൗഫീക്ക് നാഥൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതോടൊപ്പം തന്നെ ഇന്നത്തെ നമ്മുടെ പള്ളിയിലെ കളക്ഷൻ നമ്മുടെ പള്ളിയുടെ പരിപാലനവുമായി ബന്ധപ്പെട്ടതാണ്. റമളാൻ മാസത്തിന് മുന്നോടിയായി പല കാര്യങ്ങളും നമ്മുടെ പള്ളിയിൽ ചെയ്തു തീർക്കാനുള്ളത് കൊണ്ട് തന്നെ വലിയ സാമ്പത്തിക ബാധ്യത അല്ലെങ്കിൽ സാമ്പത്തികമായ ആവശ്യമുണ്ട്. അതിലേക്ക് കഴിയുന്ന രൂപത്തിൽ എല്ലാ ആളുകളും സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്.
റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ കർമ്മങ്ങളെയും സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ അവരുടെ രോഗങ്ങളെ